ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ 29/7/2024 നടത്തിയ ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 95/24. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ കേശബ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി വീരേശലിംഗം, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഈ വാക്കുകൾ ആരുടെയാണ്? അത് രാജാറാം മോഹൻ റോയുടെയാണ്. ഇനി ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംവാദ് കൗമുദിയും. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിറാത്തുൽ അക്ബറുമാണ്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണെന്ന് വെച്ചാൽ അത് മിറാത്തുൽ അക്ബർ ആണ്. ഇനി വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് പറഞ്ഞത് വീരേശലിംഗം ആണ് കേട്ടോ. വീരേശലിംഗം. ഇനി പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി, ഓപ്ഷൻ ബി ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ സി ബന്ധുമിത്ര, ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇനി നീൽ ദർപ്പൺ എന്ന കൃതി രചിച്ച ആരാണ്? നീൽ ദർപ്പൺ. അത് ദീനബന്ധു മിത്രയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായിക്കർ, ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ്, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആത്മാറാം പാണ്ഡുരംഗ് ആണ്. പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മാറാം പാണ്ഡുരംഗ്. ഇനി സത്യശോധക സമാജം സ്ഥാപിച്ച ആരാണ്? സത്യശോധക സമാജം സ്ഥാപിച്ചത് അത് ജ്യോതിബ ഫുലെ ആണ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് അത് ആനി ബസന്റ് ആണ്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായിക്കരാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, നാവിക കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബോംബെ ആണ്. നാവിക കലാപം നടന്നത് ബോംബെ ആണ്. ഇനി നാവിക കലാപത്തിന്റെ വർഷം എന്നാണ്? അത് 1946 കേട്ടോ. നാവിക കലാപത്തിന്റെ വർഷം ചോദിച്ചാൽ അത് 1946. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് നാവിക കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ്? സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന നാവിക കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? അത് 2ാം വട്ടമേശ സമ്മേളനമാണ് കേട്ടോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അമേരിക്കയാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 32ാം ഭേദഗതി, ഓപ്ഷൻ ബി 44ാം ഭേദഗതി, ഓപ്ഷൻ സി 42ാം ഭേദഗതി, ഓപ്ഷൻ ഡി 52ാം ഭേദഗതി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? അത് 42ാം ഭേദഗതിയാണ്.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം തേടുന്നതിനുള്ള അവകാശം, ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? അത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഇനി ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് അനുച്ഛേദം 24 കേട്ടോ. ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 24. ഇനി നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമകളാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമകളാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് അനുച്ഛേദം 23 കേട്ടോ. അനുച്ഛേദം 23. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മാർഗനിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അയർലൻഡ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഓപ്ഷൻ എ ഭാഗം 5A, ഓപ്ഷൻ ബി ഭാഗം 4A, ഓപ്ഷൻ സി ഭാഗം 3, ഓപ്ഷൻ ഡി ഭാഗം 9A. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഭാഗം 4A ആണ് കേട്ടോ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. ഇനി മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 51A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 51A ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി എന്നാണ്? 1721 ഏപ്രിൽ 15-നാണ്. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഏതാണെന്ന് വെച്ചാൽ അത് വില്യം ഗീഫോൾഡ് ആണ് കേട്ടോ. വില്യം ഗീഫോൾഡ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി ടി കെ മാധവൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കെ കേളപ്പനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. രണ്ടാമത്തെ പ്രസ്താവന, 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ് കേട്ടോ. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ഇനി 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ഏതാണ്? അത് ഉത്രം തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വർഷം 1917. 15ാമത്തെ ക്വസ്റ്റ്യൻ, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. ഇനി 1823 തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. 1823 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ഭായ് ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഓപ്ഷൻ എ
ഷു പെയ്ഹോങ്, ഓപ്ഷൻ ബി ഷി ചിൻപിങ്, ഓപ്ഷൻ സി സുൻ വിഡോങ്, ഓപ്ഷൻ ഡി ലുവോ ഷാവോ ഹുയി. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനാധിപതി ആരാണെന്ന് വെച്ചാൽ അത് ഷു പെയ്ഹോങ് ആണ് കേട്ടോ. ആരാണ്? ഷു പെയ്ഹോങ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കെ വി മനോജ് കുമാർ ആണ് കേട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് കെ വി മനോജ് കുമാർ ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ കാശ്മീർ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ജുനഗഡ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പഞ്ചാബ് ആണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഓപ്ഷൻ ബി ഒരു നാട്ടുരാജാവ്, ഓപ്ഷൻ സി നെഹ്റു മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ്. ഇനി അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു കേട്ടോ. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് പോറ്റി ശ്രീരാമലു ആണ്. ഇനി പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് നെല്ലൂർ, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ഫിലായി USA, ഓപ്ഷൻ ബി ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ സി റൂർക്കേല ജർമ്മനി, ഓപ്ഷൻ ഡി ദുർഗാപൂർ ബ്രിട്ടൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. തെറ്റായിട്ട് വന്നിരിക്കുന്നത് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഇനി റൂർക്കേല ജർമ്മനിയുടെ സഹായത്താലാണ്, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്, ബിലായി റഷ്യയുടെ സഹായത്തോടെയാണ് കേട്ടോ. ബിലായി റഷ്യയുടെ സഹായത്തോടെയാണ്. ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഭിലായി ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? ഓപ്ഷൻ എ 1962 ചൈനയുമായുള്ള യുദ്ധം, ഓപ്ഷൻ ബി 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം, ഓപ്ഷൻ സി 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധം, ഓപ്ഷൻ ഡി കാർഗിൽ യുദ്ധം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധമാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? അത് 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധമാണ്. ഇനി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അയൂബ് ഖാനും ആണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ്. ഇനി താഷ്കന്റ് കരാർ ഒപ്പുവെക്കപ്പെട്ട തീയതി 1966 ജനുവരി 10-നാണ്. 1966 ജനുവരി 10-നാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കോഴിക്കോടാണ്. ഇനി കോഴിക്കോടിനെ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2024 ജൂൺ 23-നാണ് കേട്ടോ. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി 2024 ജൂൺ 23-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ,
പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ എ നിതിൻ ഗഡ്കരി, ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർള, ഓപ്ഷൻ സി രാജ്നാഥ് സിംഗ്, ഓപ്ഷൻ ഡി കൊടിക്കുന്നിൽ സുരേഷ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഓം പ്രകാശ് ബിർളയാണ്. പുതിയ ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? അത് ഓം പ്രകാശ് ബിർളയാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പ്രസ്താവന 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ ദേശീയ ജലപാത 3 കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. ഇനി കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതല് ഇപ്പൊ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓപ്ഷൻ അനുസരിച്ച് എഴുതുക കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇനി ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് കേട്ടോ. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 75 മീറ്ററിൽ കൂടുതലാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നുള്ള മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 75 മീറ്ററിൽ കൂടുതലാണ്. ഇനി മലനാട് പ്രദേശങ്ങളില് 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായക പങ്ക് വഹിക്കുന്നു. നാലാമത്തെ പ്രസ്താവന 680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇപ്പം കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം 600 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശമില്ലാത്തൊരു ജില്ലയാണ് പാലക്കാട്. ഇനി കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്ര എണ്ണമാണ്? കേരളത്തില് കടൽ തീരമില്ലാത്ത ജില്ലകൾ ചോദിച്ചാൽ എത്ര എണ്ണമാണ്? അത് 5 കേട്ടോ. ഏതൊക്കെയാ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പം കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ അത് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ് കേട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ അത് 560 കിലോമീറ്റർ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 മൂന്നാമത്തെ പ്രസ്താവന പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേരളത്തില് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 ഇനി പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. ഇനി പെരിയാറിന്റെ നീളം ചോദിച്ചാൽ അത് 244 കിലോമീറ്റർ ആണ് കേട്ടോ. 244 കിലോമീറ്റർ ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? അത് ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായല്. ഇനി എഫ് ആകൃതിയിലുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കായൽ ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. ഇനി ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ എന്താണ്? അത് 2002 കേട്ടോ. 2002. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. രണ്ടാമത്തെ പ്രസ്താവന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. വർഷം എന്നാണ്? 1940 കേട്ടോ. വർഷം 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ്
മുതിരപ്പുഴ. ഏതാണ്? മുതിരപ്പുഴ. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് വെച്ചാൽ അത് ഇരവികുളമാണ്. ഇനി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരയാടുകളെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1978 കേട്ടോ. 1978. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. രണ്ടാമത്തെ പ്രസ്താവന മാനുവൽ ഫെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഇനി മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഹോക്കിയിലാണ് കേട്ടോ. ഇനി 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡലാണ് മാനുവൽ ഫെഡറിക് നേടിയത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ ആണ് മാനുവൽ ഫെഡറിക് നേടിയത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? അത് PR ശ്രീജേഷ് ആണ് കേട്ടോ. PR ശ്രീജേഷ്. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? അത് PR ശ്രീജേഷ് ആണ് കേട്ടോ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണെന്ന് വെച്ചാൽ അത് PR ശ്രീജേഷ് ആണ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. നാലാമത്തെ പ്രസ്താവന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മയിൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏതാ? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. ഇനി കേരളത്തിന്റെ ഗവർണർ ആരാണ്? അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ് എന്നിവ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ചോദിച്ചാൽ അത് മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പല്. ഔദ്യോഗിക മൃഗം ഏതാ? ഔദ്യോഗിക മൃഗം ചോദിച്ചാൽ അത് ആനയാണ് കേട്ടോ. ആന. ഇനി ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ ഏതാണ്? ഔദ്യോഗിക മത്സ്യം അത് കരിമീനാണ് കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയം, ഓപ്ഷൻ ബി ഹിമാലയം, ഓപ്ഷൻ സി കിഴക്കൻ കുന്നുകൾ, ഓപ്ഷൻ ഡി ആരവല്ലി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആരവല്ലി ആണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിവ. ഇനി ആരവല്ലി പർവ്വതനിരകള് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ആരവല്ലി പർവ്വതനിര ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ശിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. മൂന്നാമത്തെ പ്രസ്താവന ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ശിവാലിക് മലനിരയുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ്. ഇനി ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുകയാണ്. ഇനി ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ശിവാലിക് ആണ് കേട്ടോ. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ശിവാലിക്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ശിവാലിക് ആണ് കേട്ടോ. ഇനി ഈ പ്രദേശത്തെ പ്രധാന കൃഷിരീതി അറിയപ്പെടുന്നത് തട്ടുതട്ടായ കൃഷിരീതിയാണ്. തട്ടുതട്ടായിട്ടുള്ള കൃഷിരീതി. ഇനി ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഡൂണുകൾ എന്നറിയപ്പെടുന്നു. ഡൂണുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ.
പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഇനി കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. രണ്ടാമത്തെ പ്രസ്താവന, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. ഇനി നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് നർമ്മദയാണ് കേട്ടോ. ഉപദ്വീപീയ നദികളില് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ അത് നർമ്മദയാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് ഗോദാവരിയാണ്, ഗോദാവരി. 39ാമത്തെ ക്വസ്റ്റ്യൻ, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. നാലാമത്തെ പ്രസ്താവന, ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഇനി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ അത് 2695 മീറ്റർ ആണ് കേട്ടോ. 2695 മീറ്ററും. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് ഏതാണ്? അത് ദേവികുളം താലൂക്കാണ് കേട്ടോ. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ദേവികുളം താലൂക്ക്. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചോദിച്ചാൽ അത് മൂന്നാറാണ് കേട്ടോ, മൂന്നാർ പഞ്ചായത്ത്. ഇനി ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് കായിക താരത്തിന്റേതാണ്? ഓപ്ഷൻ എ MS ധോണി, ഓപ്ഷൻ ബി സാനിയ മിർസ, ഓപ്ഷൻ സി സുനിൽ ഛേത്രി, ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ് കേട്ടോ, PR ശ്രീജേഷ് ആണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ആരുടേതാണ്? അത് PR ശ്രീജേഷിന്റെ ആണ്. ഇനി ഗോൾ എന്ന ആത്മകഥ ആരുടെയാണ്? ഗോള് അത് ധ്യാൻചന്ദിന്റെ ആണ് കേട്ടോ, ധ്യാൻചന്ദിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഓപ്ഷൻ എ സഞ്ജു സാംസൺ, ഓപ്ഷൻ ബി PT ഉഷ, ഓപ്ഷൻ സി PR ശ്രീജേഷ്, ഓപ്ഷൻ ഡി ഷൈനി വിൽസൺ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരമാണ് PT ഉഷ. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അത് PT ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ് കേട്ടോ. ഇനി ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരിയും PT ഉഷയാണ്. ഏതാണ്? 1984 ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി കായിക താരം. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണയാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ രവി, ഓപ്ഷൻ ബി ചിനാബ്, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി സത്ലജ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ചിനാബ് ആണ് കേട്ടോ. അപ്പം ഏറ്റവും ഉയരമേറിയ പാലം ഏത് നദിക്ക് കുറുകെയാണെന്ന് വെച്ചാൽ അത് ചിനാബ് നദിക്ക് കുറുകെയാണ്. ഇനി ചിനാബ് റെയിൽ പാലത്തിന്റെ ആകെ നീളം ചോദിച്ചാൽ അത് 1315 മീറ്റർ ആണ് കേട്ടോ. ചിനാബ് റെയിൽ പാലത്തിന്റെ ആകെ നീളം ചോദിച്ചാൽ അത് 1315 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 44ാമത്തെ ക്വസ്റ്റ്യൻ, മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? ഓപ്ഷൻ എ നദി, ഓപ്ഷൻ ബി ഹിമാനി, ഓപ്ഷൻ സി കാറ്റ്, ഓപ്ഷൻ ഡി തിരമാല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ നദിയാണ് കേട്ടോ. മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായിയാണ് നദി.
ഇനി നദികൾ സൃഷ്ടിക്കുന്ന മറ്റ് ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് പ്രളയ സമതലങ്ങള്, ഡെൽറ്റ, വി രൂപ താഴ്വരകൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഇവയൊക്കെയാണ് നദികൾ സൃഷ്ടിക്കുന്ന മറ്റ് ഭൂരൂപങ്ങൾ. ഏതൊക്കെയാണ്? പ്രളയ സമതലങ്ങള്, ഡെൽറ്റ, വി രൂപ താഴ്വരകൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഇനി 45-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ഭക്ഷണം ദഹിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന മെഴുക് ഉരുകുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നതും മെഴുക് ഉരുകുന്നതും ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഭക്ഷണം ദഹിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഭക്ഷണം ദഹിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വായ്പാ നിയന്ത്രണം, ഓപ്ഷൻ ബി കറൻസി നോട്ട് അച്ചടിക്കൽ, ഓപ്ഷൻ സി നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, ഓപ്ഷൻ ഡി ഗവൺമെന്റിന്റെ ബാങ്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കല്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വായ്പ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്ന് വെച്ചാൽ അത് സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ 47-ാമത്തെ ക്വസ്റ്റ്യൻ, ISRO 2023 സെപ്റ്റംബർ 2-ന് നടപ്പിലാക്കിയ ദൗത്യം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആദിത്യ L1 ആണ് കേട്ടോ. ISRO 2023 സെപ്റ്റംബർ 2-ന് നടപ്പിലാക്കിയ ദൗത്യമാണ് ആദിത്യ L1. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ, ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ എ USA ആൻഡ് UK, ഓപ്ഷൻ ബി അയർലൻഡ് ആൻഡ് USA, ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ആൻഡ് USA, ഓപ്ഷൻ ഡി അയർലൻഡ് ആൻഡ് UK. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അയർലൻഡ് ആൻഡ് UK ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അയർലൻഡ് ആൻഡ് UK ആണ്. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? അത് അയർലൻഡ് UK ആണ് കേട്ടോ. അയർലൻഡ് UK. ഇനി 2024-ലെ ബുക്കർ പുരസ്കാര ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് സാമന്ത ഹാർവേ ആണ് കേട്ടോ. 2024-ലെ ബുക്കർ പുരസ്കാര ജേതാവാണ് സാമന്ത ഹാർവേ. കൃതി ചോദിച്ചാൽ ഓർബിറ്റൽ ആണ് കേട്ടോ. ഓർബിറ്റല്. ഇനി 2025-ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2025-ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് ബാനു മുസ്താഖ് ആണ് കേട്ടോ. ബാനു മുസ്താഖ്. കൃതി ചോദിച്ചാല് ഹാർട്ട് ലാമ്പ് ആണ് കേട്ടോ. ഹാർട്ട് ലാമ്പ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഇന്ത്യ നവോത്ഥാനത്തിന്റെ പിതാവ്, ഓപ്ഷൻ ബി സതിയെ എതിർത്തു, ഓപ്ഷൻ സി ആര്യ സമാജ സ്ഥാപകൻ, ഓപ്ഷൻ ഡി ആധുനിക വിദ്യാഭ്യാസം നേടി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ത്യ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സതിയെ എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക വിദ്യാഭ്യാസം നേടി. പിന്നീട് എന്താണ്? ആര്യ സമാജ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ എ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, ഓപ്ഷൻ ബി സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഓപ്ഷൻ സി സേവിംഗ് ഇൻ പ്രോവിഡന്റ് ഫണ്ട്, ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് കേട്ടോ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് SIP എന്നറിയപ്പെടുന്നത്. ഇനി 51-ാമത്തെ ക്വസ്റ്റ്യൻ, വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ രക്തചംക്രമണം, ഓപ്ഷൻ ബി പരിണാമ സിദ്ധാന്തം, ഓപ്ഷൻ സി ജനിതക ശാസ്ത്രം, ഓപ്ഷൻ ഡി ജീവികളുടെ വർഗീകരണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ രക്തചംക്രമണമാണ് കേട്ടോ. വില്യം ഹാർവേ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെന്റൽ ആണ് കേട്ടോ. ഗ്രിഗർ മെന്റൽ. ഇനി പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ്? പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണെന്ന് വെച്ചാൽ അത് ചാൾസ് ഡാർവിൻ ആണ് കേട്ടോ. ചാൾസ് ഡാർവിൻ ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് വെച്ചാൽ അതാണ് കാൾ ലിനേസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേസ് ആണ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ് കേട്ടോ. എഡ്വേർഡ് ജെന്നർ. ഇനി 52-ാമത്തെ ക്വസ്റ്റ്യൻ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി BR അംബേദ്കർ ആണ് കേട്ടോ. BR അംബേദ്കർ ആണ്. ഇനി 53-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം
ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വൃക്കയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ചോദിച്ചാൽ അത് വൃക്കയാണ്. ഇനി വൃക്കകളുടെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നെഫ്രോണുകൾ എന്നറിയപ്പെടുന്നു. വൃക്കകളുടെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് നെഫ്രോണുകളാണ്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ അത് ലാക്റ്റിക് ആസിഡ് ആണ്. 55-ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കണയാണ് കേട്ടോ. റിക്കറ്റ്സ് അഥവാ കണ എന്നറിയപ്പെടുന്ന രോഗമാണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. സ്റ്റിറോയിഡ് ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? സ്റ്റിറോയിഡ് ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ അത് ജീവകം ഡി ആണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ. ഒന്നാമത്തെ പ്രസ്താവന ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ പ്രസ്താവന ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ പ്രസ്താവന കിരൺ സങ്കരയിനം വെണ്ടയാണ്. നാലാമത്തെ പ്രസ്താവന മുക്തി സങ്കരയിനം വഴുതനയാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ് കേട്ടോ. കിരൺ സങ്കരയിനം വെണ്ടയാണ്. ഇനി ഉജ്ജ്വല എന്ന് പറയുന്നത് പച്ചമുളകിന്റെ സങ്കരയിനമാണ് കേട്ടോ. ഇനി മുക്തി എന്ന് പറയുന്നത് എന്താണ്? തക്കാളിയുടെ സങ്കരയിനമാണ് കേട്ടോ. മുക്തി എന്ന് പറയുന്നത് തക്കാളിയുടെ സങ്കരയിനമാണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡിസംബർ 14 ആണ് കേട്ടോ. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 14 ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി MS സ്വാമിനാഥൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇനി MS സ്വാമിനാഥൻ അന്തരിച്ച തീയതി എന്നാണ്? 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 28-നാണ്. ഇനി MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചത് അത് 2024-ലാണ് കേട്ടോ. ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ അത് 2024-ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 59-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂര്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് കേട്ടോ. ഇനി കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാടാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്ന ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ്. രണ്ടാമത്തെ പ്രസ്താവന ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവ്. മൂന്നാമത്തെ പ്രസ്താവന ദ്രാവകത്തിന്റെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്. നാലാമത്തെ പ്രസ്താവന ദ്രാവകത്തിന്റെ ബാഷ്പീകരിക്കാനുള്ള കഴിവ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ഇനി ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ. എന്നീ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്. അടുത്ത 61-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മഴവില്ലാണ് കേട്ടോ. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല് എന്ന് പറയുന്നത്. ഇനി 62-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധോലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പമ്പരം കറങ്ങുന്നത്. ഓപ്ഷൻ ബി ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴത്തിന്റെ ചലനം. ഓപ്ഷൻ സി ഊഞ്ഞാലിന്റെ ചലനം. ഓപ്ഷൻ ഡി സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്ത 63-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റം ഏത്? ഓപ്ഷൻ എ സൗരോർജം താപോർജമായി മാറുന്നു. ഓപ്ഷൻ ബി സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓപ്ഷൻ സി പ്രകാശോർജം താപോർജമായി മാറുന്നു. ഓപ്ഷൻ ഡി സൗരോർജം രാസോർജമായി മാറുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ്? സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇനി അടുത്ത 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ
ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഓപ്ഷൻ സി ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഇതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം ഹൈഡ്രജൻ നിറമില്ലാത്ത ഒരു വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതിനും പൊട്ടിത്തെറിക്കുന്നതിനുമായ ഒരു വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി രുചിയോ നിറമോ മണമോ ഇല്ലാത്തതും ജലത്തിൽ ലയിക്കുന്നതുമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഇനി അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനുമാണ് കേട്ടോ. 66-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2-ന് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്നാണ് കേട്ടോ. അപ്പം എന്താണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്നാണ് L1 എന്നതിനെ സൂചിപ്പിക്കുന്നത്. 67-ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ഡെങ്കിപ്പനി, ഓപ്ഷൻ ബി കോളറ, ഓപ്ഷൻ സി എലിപ്പനി, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡെങ്കിപ്പനിയാണ് കേട്ടോ. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? അത് ഡെങ്കിപ്പനിയാണ്. ഇനി മുട്ട വിരിഞ്ഞ് കൊതുകുകൾ പൂർണ്ണ വളർച്ചയെത്താൻ എടുക്കുന്ന ദിവസം എത്രയാണ്? മുട്ട വിരിഞ്ഞ് കൊതുകുകൾ പൂർണ്ണ വളർച്ചയെത്താൻ എടുക്കുന്ന ദിവസം ചോദിച്ചാൽ അത് 8 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 68-ാമത്തെ ക്വസ്റ്റ്യൻ അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി മലമ്പനിയാണ് കേട്ടോ. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗമാണ് മലമ്പനി. ഈ അനോഫിലസ് കൊതുകുകളാണ് മലമ്പനിക്ക് കാരണമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അനോഫിലസ് കൊതുകുകളാണ് മലമ്പനിക്ക് കാരണമെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് റൊണാൾഡ് റോസ് ആണ് കേട്ടോ. സർ റൊണാൾഡ് റോസ് ആണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് കേട്ടോ. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത 70-ാമത്തെ ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ അതിറോസ്ക്ലിറോസിസ്, ഓപ്ഷൻ ബി പ്രമേഹം, ഓപ്ഷൻ സി ഹീമോഫീലിയ, ഓപ്ഷൻ ഡി ഹൃദയാഘാതം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ഹീമോഫീലിയ ആണ് കേട്ടോ. ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ഹീമോഫീലിയ. 71-ാമത്തെ ക്വസ്റ്റ്യൻ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ നവംബർ 14 ആണ് കേട്ടോ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14 ആണ്. 72-ാമത്തെ ക്വസ്റ്റ്യൻ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എംഫിസിമ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ത്രോംബോസിസ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അതിറോസ്ക്ലിറോസിസ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് ബ്രോങ്കൈറ്റിസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ് കേട്ടോ. ഏതൊക്കെയാണ്? എംഫിസിമയും ബ്രോങ്കൈറ്റിസും ആണ് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. 73-ാമത്തെ ക്വസ്റ്റ്യൻ ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം? ഓപ്ഷൻ എ അന്നജം, ഓപ്ഷൻ ബി മാംസ്യം, ഓപ്ഷൻ സി ധാതുക്കൾ, ഓപ്ഷൻ ഡി ജീവകങ്ങൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാംസ്യമാണ് കേട്ടോ. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ചോദിച്ചാൽ അത് മാംസ്യമാണ് കേട്ടോ. മാംസ്യം. അടുത്ത ക്വസ്റ്റ്യൻ 74-ാമത്തെ ക്വസ്റ്റ്യൻ ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ജീവകം എ ആണ് കേട്ടോ. നിശാന്തത ഉണ്ടാകുന്നത് ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ്. 75-ാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ എ വയോമിത്രം, ഓപ്ഷൻ ബി വയോ അമൃതം, ഓപ്ഷൻ സി വയോ മധുരം, ഓപ്ഷൻ ഡി വയോ മന്ദഹാസം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വയോ അമൃതമാണ് കേട്ടോ. വയോ അമൃതം സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് വയോ അമൃതമാണ് കേട്ടോ. ഇനി 76-ാമത്തെ ക്വസ്റ്റ്യൻ HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ്? ഓപ്ഷൻ എ സ്നേഹസ്വാന്തനം, ഓപ്ഷൻ ബി സ്നേഹക്കൂട്, ഓപ്ഷൻ സി സ്നേഹപൂർവം, ഓപ്ഷൻ ഡി സമാശ്വാസം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സ്നേഹപൂർവമാണ് കേട്ടോ. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് സ്നേഹപൂർവമാണ്.
ഇനി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ചോദിച്ചാൽ അതേതാണ്? മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ചോദിച്ചാൽ അത് സ്നേഹക്കൂടാണ് കേട്ടോ. 77ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കണ്ണൂര്. അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇടുക്കിയാണ് കേട്ടോ. കേരളത്തില് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലാണ് കുങ്കുമപ്പൂ കൃഷി പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. ഇനി ഈ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ചോദിച്ചാൽ ഏതാ? അത് കരേവ മണ്ണാണ് കേട്ടോ, കരേവ മണ്ണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ എ നവജീവൻ, ഓപ്ഷൻ ബി ശൈലി, ഓപ്ഷൻ സി സഫലം, ഓപ്ഷൻ ഡി നിർഭയം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ശൈലിയാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ശൈലി ആപ്പ് ആണ് കേട്ടോ, ശൈലി ആപ്പ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരൊക്കെ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കാറ്റലിൻ കാരിക്കോ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലൂയി ബ്രസ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡ്രൂ വെയ്സ്മാൻ, നാലാമത് പറഞ്ഞിരിക്കുന്നത് അലക്സി എക്കിമോവ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് കേട്ടോ. ഏതൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത്. 2025 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? അത് മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സഗാഗുച്ചി, ഫെഡറിക് ജെ റാംസ്ഡെല്. ഈ 3 പേർക്കുമാണ് കേട്ടോ. എന്താണ്? മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സക്കാഗുച്ചി, ഫെഡറിക് ജെ റാംസ്ഡെൽ എന്നിവർക്കാണ് കേട്ടോ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പം വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രാങ്കോ, ഷിമോൺ സഗാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെലിനാണ്. ഇനി സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. ഇനി സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം 3 പേർക്കാണ്. ആർക്കൊക്കെയാ? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അത് ലാസ്ലോ ക്രസ്ന ഹോർഹൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 80ാമത്തെ ക്വസ്റ്റ്യൻ, 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ കൊളംബിയ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി നെതർലൻഡ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നെതർലൻഡ് ആണ് കേട്ടോ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് നെതർലൻഡ്. ഇനി 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 80 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ.